അമ്മയുടെ മോൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോന്ന് വിളി കേട്ടേനെ. അമ്മയുടെ പൊന്നുമോൻ ഇവിടെ ഉണ്ടായിരുന്നു, എന്തോന്ന് വിളി കേട്ടേനെ. വിശേഷം എന്തിട്ടാന്ന്? ഒന്നും ഇല്ലെന്ന് പറ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ പുതിയ ഫോണിലെ ഒരു പുതിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്ത് 1-ാം തീയതി ആയിട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും 31-നാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഇന്നലെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 1-ാം തീയതി ഒരു വീഡിയോ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റു, തോമുനെ ഡ്രസ്സൊക്കെ മാറ്റിച്ച്. അപ്പോൾ ഇതേ നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഞാനിവിടെ റൂമിൽ ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മൾ തൃശ്ശൂർക്ക് പോകണ വരെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചാക്കോച്ചൻ ഇവിടെ അമ്മയുടെ കൂടെ ഇവിടെ സോഫയിൽ ഇരിപ്പുണ്ട്. രാവിലെ ഒരു വെളുപ്പിനെ ആകുമ്പോൾ അമ്മ എൻ്റെ അടുത്തുനിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഹോളിൽ കിടത്തു കേട്ടോ. അമ്മ ഒരു 5:30 അല്ലെങ്കിൽ 4 മണി 4:30 കഴിയുമ്പോഴത്തേനും അമ്മ എഴുന്നേൽക്കും. അപ്പോൾ അമ്മ എടുത്തുകൊണ്ട് പൊക്കോളും വഴക്കാണെങ്കിൽ. അല്ലെങ്കിൽ ഉറങ്ങുകയാണെങ്കിൽ ഒരു 5:30 6 മണിയൊക്കെ ആകുമ്പോൾ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ചാക്കോച്ചനവിടെ എഴുന്നേറ്റ് കിടക്കണം. അപ്പോൾ ഇവരെല്ലാം പ്രശ്നമാക്കുന്നതിന് മുമ്പ് ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രഷ് ചെയ്ത് വന്നിട്ട് എനിക്ക് കാപ്പി കിട്ടിയില്ലേലും വെള്ളം കിട്ടിയില്ലേലും കുഴപ്പമില്ല. എനിക്ക് രാവിലെ മുടി കെട്ടി മുകളോട്ട് ഇങ്ങനെ ഒരു കൊണ്ട കെട്ടി വെച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഉറക്കം വരുന്നില്ല, എനിക്ക് ആകെ ഇറിറ്റേഷൻ. എനിക്ക് ഈ തോളത്തും മുടി വന്നിരിക്കുന്നതൊന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ അത് ആദ്യം കെട്ടി വെച്ചു. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ടൊരു സിറം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ സക്സസ് ആയാലല്ലേ എനിക്ക് സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് ഏത് പ്രൊഡക്റ്റാണെന്നുള്ളത് കാണിക്കാണ്ട് ഒരു കുഞ്ഞ് സാശയാണ് ഞാൻ മേടിച്ച് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് പ്രൊമോഷനല്ല കേട്ടോ. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ആസ് യൂഷ്വൽ മാമാർത്തിൻ്റെ ആണ്. ഒന്നെങ്കിൽ ഞാൻ മാമാർത്തിൻ്റെ ഇടും, ഇല്ലെങ്കിൽ നമ്മുടെ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ ഇടും. ഇതപ്പോൾ എനിക്ക് പ്രൊമോഷനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കുറച്ച് ദിവസം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ ഞാനിത് എനിക്ക് പക്ഷേ ഇഷ്ടമായി. എന്നാലും ഫുള്ളി സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഈ ഒരു വീക്ക് കൂടെ 2 വീക്സ് ആവുമ്പോഴത്തേനും അപ്പോൾ അത് നിങ്ങളെ ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. കാണിക്കാമെന്ന് വിചാരിക്കുന്നില്ല, അപ്പോൾ കാണിക്കാം. അപ്പോൾ ഞാനത് ഫുള്ളിന്ന് സെറ്റ് ചെയ്യും. ഇപ്പം ഞാൻ ഓർത്ത് ഇനി സ്കിൻ കെയർ ശ്രദ്ധിച്ചില്ലെങ്കിൽ സ്കിന്നാകെ തരിപ്പണമാവും. അപ്പോഴത്തേനും അമ്മ എനിക്ക് പാലൊക്കെ ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പാല് രാവിലെ കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ഞാൻ മസ്റ്റായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ന്യൂസ് പേപ്പർ വാങ്ങിക്കുക. എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ ചിക്കി ചിരകി ഓരോ പാരഗ്രാഫ് അങ്ങനെയല്ല, എനിക്ക് എന്താ വാർത്തകൾ എനിക്ക് അറിയണം. ഹെഡിങ്ങെങ്കിലും ഞാൻ വായിച്ചു വിടും. അപ്പോൾ അത് വായിക്കാൻ പോകുന്ന വെച്ചപ്പോൾ തോമു എന്നെ വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ അകത്തിരുത്തി. തോമു ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആമസോണിൽ ഇപ്പോൾ കുറേ വാങ്ങിക്കുമ്പം കുറച്ച് ഇപ്പം ഞാൻ ഡയപ്പർ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഓൺലൈൻ ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാതിരുന്നിരുന്ന കുറച്ച് ആയപ്പോഴത്തേനും ഞാനിങ്ങനെ ചുമ്മാ കഴിഞ്ഞ ദിവസം ആമസോണിൽ നോക്കിയപ്പോൾ തോമു ഈ വണ്ടി കണ്ടപ്പോൾ മോട്ടോർ ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ. ഞാൻ അങ്ങനെ വണ്ടികൾ വാങ്ങിച്ചു കൊടുക്കാറില്ല. ഞാൻ അവന് കൂടുതലും ഈ പറഞ്ഞ പോലെ ഡ്രസ്സ് അല്ലാതെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ വണ്ടി അപ്പയുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അപ്പയാണ് അതൊക്കെ സാധിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കൊന്ന് രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് തോമു കളിച്ചു. ഇത് നശിപ്പിച്ചതല്ല കേട്ടോ. തോമു അത് വന്ന സമയം തൊട്ട് അതിൻ്റെ മുകളിലത്തെ ബോഡി ഇളകി പോവായിരുന്നു. തോമിന് പണ്ടത്തെ പോലെ അല്ല, അങ്ങനെ എന്തെങ്കിലും കിട്ടിയാണ് ഫുൾ അഴിച്ച് പണിയൊന്നും അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല കേട്ടോ. ആൾ ഭയങ്കര കൂളാണ്. ഇപ്പോൾ ഒരു മാസമൊക്കെ ഒരു ടോയ് ഇരിക്കുന്നുണ്ട്. അത് ഭയങ്കര വ്യത്യാസമല്ലേ. ഒരു ദിവസം പോയിക്കൊണ്ടിരുന്ന ടോയ് ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 1 മാസം 1.5 മാസമൊക്കെ ഇരിക്കുകയെന്ന് വെച്ചാൽ നല്ലൊരു ചേഞ്ചാണ്. അപ്പോൾ തോമു ഭയങ്കര കളിയിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അപ്പ വിളിച്ചു, അപ്പയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കോളിനേക്കാളും അവന് ഈ സാധാ കോളാണ് ഇഷ്ടം. എന്നാലും വീഡിയോ കോൾ കാണും. പക്ഷെ അവൻ എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ അവനങ്ങനെ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കോളാകുമ്പോൾ ഇന്ന് വർത്താനമൊക്കെ പറയും, ഇങ്ങനെ കിണുകിണാന്ന് വർത്താനമൊക്കെ പറയും. അപ്പോൾ അങ്ങനെയുള്ള വർത്താനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവനിങ്ങനെ അപ്പം ഇങ്ങനെ ലിസ്റ്റ് ചോദിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ഒരു ലിസ്റ്റ് കൊടുക്കും എന്തൊക്കെ വേണമെന്നുള്ളത്. പിന്നെ കുറേ പേര് ചോദിച്ചു തോമു സംസാരിക്കാൻ തുടങ്ങിയോ, അല്ലെങ്കിൽ അത് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ. അവൻ ഇവിടെ വന്നേ പിന്നെ ഫാർ ബെറ്ററാണ് പിള്ളേർക്ക് കളിക്കാനുള്ളത്. അവിടെയാണെന്ന് വെച്ചാൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആയിരിക്കും ഒരു 99% സമയം എൻ്റെ കൂടെ ആയതുകൊണ്ട് എന്നോട് വർത്തമാനം പറയുന്നതിനും അവന് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഇവിടെ പിള്ളേരും കളിയും ഒക്കെ ആയപ്പോൾ അവൻ ഒരുപാട് ചേഞ്ചായി. എന്താ പറയുക, ഒരു വേർഡിൽ നിന്ന് 2 വേർഡിൽ നിന്ന് 3 വേർഡിലേക്കുള്ളതൊക്കെ ആയി. അപ്പോഴത്തേനും അപ്പ കോള് കട്ട് ചെയ്ത് അപ്പോൾ അവൻ പറയാം അപ്പ ഹബ്ബിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ 2-3 ദിവസമായിട്ട് മഴയാണ്, നേരത്തെ കയറി കിടന്ന് ഉറങ്ങും. ഇന്ന് പക്ഷേ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. ഇന്നലെയൊക്കെ 5 മണിയായപ്പം എഴുന്നേറ്റായിരുന്നു.
പിന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് ചെയ്യാൻ ആൾ റെഡിയാണ്. അപ്പം ഞാനിപ്പോൾ പറയുമ്പം പുറത്തൊക്കെ പോയി നിന്നാൽ വിളി കേൾക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, വിളി കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വിളി കേൾക്കാൻ നോക്ക് കേട്ടോ. അയ്യോ തോമു എവിടെ? തോമു ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എന്നെ അമ്മാന്ന് വിളിച്ചേനെ. തോമു ഇപ്പോഴും ഉണ്ടായിരുന്ന എന്തോന്ന് വിളി കേട്ടേനെ. അമ്മയുടെ പൊന്നെവിടെ? അപ്പോൾ ഭയങ്കര രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ തോമുൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് ഇതും ഇഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പുറത്ത് നിൽക്കുമ്പോൾ അമ്മ വിളിച്ചാൽ എന്തോന്ന് വിളി കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിത് പേപ്പർ വായിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ മോദി സർക്കാരിൻ്റെ വെള്ളം മറ്റേ കൊടുക്കുന്നില്ലേ എല്ലാ വീടുകളിലേക്കും, അപ്പോൾ അതിൻ്റെ മീറ്റർ റീഡിങ്ങിന് വന്ന ചേട്ടനാണ് കേട്ടോ. അപ്പോൾ തോമു വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആ തോമു യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ വന്നു. ഇത് റോഡിൽ കൂടെ പോകുന്ന വെള്ളം മൊത്തം ഈ പൈപ്പ് പൊട്ടി പോണ വെള്ളമാണ് കേട്ടോ. ഇത് വരുന്ന ദിവസം റോഡിൽ ശരിക്കും ഒരു പുഴയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നമ്മൾ കയറ്റത്തിലൂടെ ആയതുകൊണ്ട് താഴെ പൊക്കോളം നിൽക്കത്തില്ല, എന്നാലും ചളിപിളി വെള്ളമാണ്. അപ്പോൾ അതേ ഇവിടെ രാവിലെ ഗുഡ് മോർണിംഗ് സീൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാക്കോച്ചൻ വിചാരിക്കുന്നത് ചെക്കൻ വന്നു മനുഷ്യന് സ്വസ്ഥമായിട്ട് അവനിങ്ങനെ എപ്പോഴും ഉമ്മ കൊടുത്തുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷെ അവന് ഉപദ്രവിക്കില്ല കേട്ടോ, ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ നോക്കുകയാണ്, ഇത് അവിടം വരെ പോകുന്നൊക്കെ നോക്കുകയാണ്. അവനെ സംബന്ധിച്ച് അവൻ ചിരിക്കില്ല. തോമു പക്ഷേ കുഞ്ഞിൽ എനിക്കൊന്നും ഉണ്ടായ സമയം തൊട്ടുള്ള ചിരിയാണ്. ഇവൻ അങ്ങനെയല്ല, ഭയങ്കര മസിൽ പിടുത്താണ്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴും ചിയറപ്പായിട്ടിരിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ ഒട്ടും എന്താ പറയുക, ഞാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റുന്ന ഈ പറയുന്ന പോലെ തോമുനെ നോക്കണം, അങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇതിൽ പണ്ടത്തെ ആൾക്കാർ പറയുന്നതിൽ ഭയങ്കര കാര്യമുണ്ട് കേട്ടോ. നമ്മൾ പ്രഗ്നൻസിയിൽ എന്തായിരിക്കുന്ന ചെയ്യുന്നു അതുതന്നെയായിരിക്കും കുട്ടിയും ചെയ്യുക, അതുപോലെ തന്നെയാണ് കേട്ടോ, ചിരിക്കേയില്ല. അപ്പോൾ തോമു ഞങ്ങളുടെ ഇവിടെ ഒരു പഴയ കസേര ഉണ്ട് കേട്ടോ. ഇതിന് എൻ്റെ പ്രായം കാണും. അപ്പം ശരിക്കും ആക്രിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കസേരയാണ്. അവന് വന്നപ്പോൾ തൊട്ട് അതൊരു ടോയ് ആയി മാറി. അപ്പോൾ അതിട്ട് പെയിൻറ്റ് ചിരണ്ടുക, എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അത്രയും പ്രായമുള്ള കസേരയാണ്. അപ്പോൾ അതും വെച്ചുള്ള കളികളാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചു തോമുൻ്റെ ഫോണിൻ്റെ ശീലമൊക്കെ മാറ്റണമെന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിരുന്നു ഗോതമ്പ് പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അമ്മ അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചിട്ടിരിക്കാമെന്ന് വെച്ചു. ചാക്കോച്ചനെ എനിക്ക് കുളിപ്പിക്കണം. അപ്പോൾ ഞാൻ ഓർത്തു കഴിച്ചിട്ട് സമാധാനമായിട്ട് കുളിപ്പിക്കാമെന്ന്. കുറേ പേര് ചോദിച്ചിരുന്നു കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം കൂടെ അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ബെഡ്റൂമിൽ റബ്ബർ ഷീറ്റും ഈ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സും ഡയപ്പറും ക്രീമും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ കുളിച്ച് സുന്ദര കുട്ടമ്പനായിട്ട് വന്നിട്ടുണ്ട്. അപ്പം തോമുനെ കുളിപ്പിക്കുന്നത് കാണണം, വന്ന് തോർത്തി രാസ്നാദി പൊടി തേക്കുന്നത്, ക്രീം തേക്കുന്നത്, ഡ്രസ്സ് ഇടിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡ്രസ്സ് ഇപ്പോൾ മാറി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറ്റി കണ്ടത് ഡ്രസ്സ് ഇവൻ്റെ കാലിനെടുത്തോട്ട് അവനെ അതിലോട്ട് സുസുവാക്കി. അപ്പം പിന്നെ മാറ്റി വേറെ ഡ്രസ്സ് ഇട്ടു. ഇനിയിപ്പം കുളിച്ച് കുറച്ച് നേരം ഉറങ്ങുന്നു. അപ്പോൾ തോമുതേ എൻ്റെ ഫോണിനിട്ട് പണിതുകൊണ്ടിരിക്കും, കാണുമല്ല കേട്ടോ, ജസ്റ്റ് അതിൻ്റെ പുറകെ ഹോൾഡ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേ നമ്മുടെ ചാക്കോച്ചനോടെ ചേട്ടൻ്റെ ലീലാവിലാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവനിഷ്ടമാണ്, അവൻ ചെയ്യുന്നത് നോക്കിയിരിക്കാനായിട്ട് ഇങ്ങനെ ഇഷ്ടമാണ്. ഇടയ്ക്ക് പോയി ഇങ്ങനെ കൈയൊക്കെ തട്ടും, അപ്പോൾ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം ഞങ്ങളുടേതായ 3 പേര് ഞങ്ങളിങ്ങനെ ഇരിക്കും. കാരണം അധിക സമയം ഞാൻ ചാക്കോച്ചനെ ബെഡിൽ നിർത്തില്ല, കാരണം തോമു കളിക്കുന്നതൊക്കെയാണ്. അറിയാതെ കയ്യോ കാലോ തട്ടിയ പിന്നെ നമുക്ക് സങ്കടമാണ്, അവന് തോമുന് അതിനേക്കാളും സങ്കടമാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തോമുന് എങ്ങനെയാണെന്ന് വെച്ചാൽ അവനെയും കൊഞ്ചിക്കണം, ചാക്കോച്ചനെയും കൊഞ്ചിക്കണം, അങ്ങനെയാണ്. അല്ലാതെ കുശുമ്പും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു തോമുവിൻ്റെ ഫോണിൻ്റെ ശീലം ഒന്ന് കുറപ്പിക്കണമെന്ന്. തോമു രാവിലത്തെ സമയം അങ്ങനെ ഫോൺ യൂസ് ചെയ്യാറില്ല, വൈകുന്നേരമാണ് കൂടുതലും, കുറച്ച് നേരം ഉറങ്ങാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ അതേ ഞാൻ അപ്പോഴത്തേനും തുണി വാഷിംഗ് മെഷീനിൽ ഇട്ടതെല്ലാം എടുത്തതേ വെയിൽ കണ്ട വഴിക്ക് ഞാൻ എടുത്തുകൊണ്ട് വിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ കൊച്ചുങ്ങളുടെ തുണിയും സൈഡിൽ എൻ്റെ ഡ്രസ്സും ഒക്കെ ആട്ടോ ഇടുക. അപ്പം 2 ദിവസത്തെ നൈറ്റിയും കാര്യങ്ങളാണ്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ഇനി കുറച്ച് നേരം റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് സിന്ധു കൃഷ്ണയുടെ വീഡിയോ ലൈവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുക. എനിക്ക് ആൻറ്റിയുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൻറ്റിയുടെ വീഡിയോയും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആൻറ്റി എന്ത് റാൻഡമായിട്ടാണ് വീഡിയോ ജസ്റ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, പക്ഷെ അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞപ്പോൾ തന്നെ കറക്റ്റ് 12 മണിയായപ്പോൾ നമ്മുടെ ഇവക്കുട്ടി അജയ് ചേട്ടന് വന്നു കേട്ടോ. അവർ വിയറ്റ്നാമിലേക്ക് ടൂറ് പോയേക്കുകയാണ്. എനിക്ക് ആ കാര്യത്തിൽ അവർ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ കൺട്രീസിലും പോകണമെന്നുള്ളത് എനിക്കറിയത്തില്ല, ഇതിപ്പോൾ 4 or 5 ആയെന്ന് തോന്നുന്നു കൺട്രീസ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവനെ ഈ പറയുന്ന പോലെ ഇപ്പോൾ പോണതിന് മുമ്പ് കാണണമെന്നാണ് എൻ്റെയും ഇവയുടെയും ആഗ്രഹം. കുറേ പേര് ചോദിച്ചു ഇവ കാണാൻ വന്നില്ലേ, നാട്ടിലുണ്ടല്ലോ എന്നൊക്കെ.
ഇവ കോട്ടയത്ത് വന്ന സമയത്ത് ഞാൻ ആലുവയിലാണ്. അങ്ങനെ കുറച്ച് ക്ലാഷസ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പോണതിന് മുമ്പ് ഒന്ന് കാണണമെന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട്. നടക്കുമോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതേ അജയ് വന്നേന്ന് പറഞ്ഞു. അജയും ഇവന്ന് പേരാട്ടോ വിളിക്കുക. അപ്പോൾ അജയ് വന്നേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തോമുന് അവരുടെ വ്ളോഗ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ പോലെ തന്നെ അത് ഇരുന്ന് കുറേ നേരം കുത്തിയിരുന്ന് അവരുടെ നിന്ന് മാത്രമല്ല, ഇപ്പം ഡിമ്പിളിൻ്റെ ഇരുന്ന് കാണും, മമ്മിയുടെ ഇരുന്ന് കാണും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് കാണുകയാണ് കേട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾക്ക് ലഞ്ചിൻ്റെ സമയമൊക്കെ ആവും. എന്നാലും കുറേ നേരം ഈ പറഞ്ഞ പോലെ ടി വി, അവന് സിനിമകൾ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ല, രാവിലെ കുറേ സമയം മുറ്റത്തുള്ള കളികളാണ് കൂടുതലും. പിന്നെ വെയിലാകുമ്പോൾ ഞാൻ പിടിച്ചകത്ത് കയറ്റി കുറച്ച് നേരം ഇപ്പം സിനിമ കാണാണ്. വാരിസ് 1000 വട്ടം കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാരിസ് ഇരുന്ന് ഭയങ്കര സങ്കടത്തോടെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ഇമോഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് എനിക്ക് തോന്നി. കാരണം അവർക്ക് സങ്കടം വരുമ്പോൾ അവൻ്റെ മുഖം മാറും. അവിടെ സന്തോഷമാണെങ്കിൽ ഇവനും സന്തോഷം, അവിടെ ഡാൻസ് ആണെങ്കിൽ ഇവനും ഡാൻസ്. അപ്പോൾ ഞാൻ അവിടുത്തെ അവനിൽ വന്ന മാറ്റങ്ങൾ ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ സങ്കടത്തോടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം ഇത് കാണും, പിന്നെ കുറച്ച് നേരം നമ്മുടെ ജയിലർ കാണും. അപ്പോൾ ടെററായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മുടെ സന്തോഷം മൂവിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. അപ്പം ഞാനും കുത്തിയിരുന്ന് കൂടെ ഇരുന്ന് കാണും കേട്ടോ. അപ്പോൾ ഇവിടെ ഇരുന്ന് അവൻ പറയും ഏത് സിനിമ വേണമെന്നുള്ളത് പറയും. അപ്പോൾ വാരിസ് കാണും, വിശ്വാസം കാണും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് ഈ പടങ്ങളൊക്കെ 1000 വട്ടം കാണുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അതെ, അപ്പോഴത്തേനും മൂഡ് മാറി, ജയിലറിലേക്ക് പോയി അതിൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ ലഞ്ചിൻ്റെ സമയം. അപ്പോൾ ചോറും മെഴുക്ക് വരട്ടിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ, മീൻ വറുത്തതുണ്ടായിരുന്നു, മോരുണ്ടായിരുന്നു. അതെനിക്ക് എടുക്കാൻ പറ്റുന്നത് ചാക്കോച്ചനോട് അമ്മയുടെ തോളത്തിരിക്കുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ ഭക്ഷണം കഴിച്ചപ്പോൾ പായസം കുടിക്കണമെന്നൊരു കൊതി. അപ്പോൾ ഞാൻ ഓൾറെഡി ബ്രാഹ്മിൻസിൻ്റെ പാലടയും മറ്റേ സേമിയ പായസത്തിൻ്റെ മിക്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ബ്രാഹ്മിൻസിൻ്റെ ഈ ഒരു മിക്സ്, റെഡി ടു മിക്സ് വാങ്ങിക്കുന്നത് കേട്ടോ. എന്താവുമെന്ന് എനിക്ക് അറിയാതെ വാങ്ങിച്ചതാണ്. അപ്പോൾ പാൽ പാക്കറ്റൊക്കെ പൊട്ടിച്ച് വെച്ച് അതോടെ വെച്ചപ്പോൾ ചാക്കോച്ചനോട് ബ്ലിങ്കസിയാന്ന് പറഞ്ഞിരിപ്പുണ്ട്. പാല് കളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവനോട് ഇരുന്ന് വർത്താനം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഫുൾ ടൈം ചിന്തയാണ്. ഞാൻ ഇവനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഫുൾ ടൈം ചിന്തകളായിരുന്നു. വന്നിട്ട് ചെയ്യുക, എങ്ങനെ ഞാൻ ടൈം മാനേജ് ചെയ്യും, എങ്ങനെ ഞാൻ നോക്കും എന്നൊക്കെയാണ്. അതേപോലെ അവനും പുറത്ത് വന്നിട്ട് ഫുൾ ടൈം ആലോചനയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പാല് തിളച്ചു, ഇനി സേമിയ ഇടണം. ഞാൻ പൊക്കി പറയല്ല, അടിപൊളി പായസമായിരുന്നു കേട്ടോ. എൻ്റെ മിടുക്കൊന്നുമല്ല, നമ്മൾ പാല് പൊട്ടിച്ചൊഴിക്കുക, അവരുടെ മിക്സ് ഇടുക, കാര്യം കഴിഞ്ഞു. പിന്നെ എൻ്റെ കയ്യിൽ നിന്നുള്ള എക്സ്ട്രാ ബിറ്റ് എന്ന് പറയുന്നത് നെയ്യ്. അത് ഓൾറെഡി ഒരേ ബോക്സിൽ മെൻഷൻ ചെയ്ത് നെയ്യിൽ ഇതൊക്കെ താളിച്ചിടാനായിട്ട്. അത് അടിപൊളിയായിരുന്നു കേട്ടോ പായസം. അപ്പോൾ പെട്ടെന്നാണ് കാർമേഘം വന്നതും മൂടി കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ എടുക്കാം, അമ്മയോട് പറഞ്ഞു ഞാൻ എടുക്കാം, അമ്മ കൊച്ചിനെ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ അവനും വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം പുറത്തിരുത്തും, അമ്മ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അപ്പോൾ അവർ നമ്മളെ വർത്തമാനങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ പായസം അടുപ്പിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണൊരു ഫൈനൽ സ്റ്റേജ് എന്ന് വേണം പറയാൻ. അവിടുത്തെ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തുണി മടക്കി വഴിക്ക് അവിടത്തെ വെച്ച് തന്നെ എടുത്ത വഴിക്ക് തന്നെ മടക്കി വെക്കും. അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഇവിടെ കിടന്ന് അങ്ങനെ സമയം പോകും. ഉണങ്ങിയില്ലെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇപ്പോൾ മഴ പെയ്തേ പിന്നെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരുടെ തുണി ഞാൻ പുറകിൽ കൊണ്ടിടില്ല, പിള്ളേരുടെ മാത്രം ഫ്രണ്ടിലിടും കേട്ടോ. അപ്പോൾ പായസം കയ്യോ കൂടെ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും കാറ്റും പേമാരി ഇടിവെട്ടെന്ന് പറഞ്ഞാൽ ഇടിവെട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ 2 ദിവസം മഴ വന്നേ പിന്നെ നമ്മളിവിടെ വെള്ളം ഞാൻ വരുന്നതിന് മുമ്പ് അമ്മ ഹീറ്റർ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തോമനെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്നതുകൊണ്ട് ചൂടുവെള്ളം വേണം. അപ്പോൾ ഹീറ്റർ വെച്ചിട്ടുണ്ട്. 2 ദിവസമായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇടുമ്പോഴത്തേനും ട്രിപ്പായി പോവുകയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അച്ഛൻ ഇവിടെ ഇല്ല, സ്ഥലത്തില്ല. അപ്പം ആകെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ തോമന് വൈകുന്നേരം സ്നാക്കായിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. അപ്പോഴാണ് ആൾ ഫോൺ ചോദിക്കുന്നത്. അപ്പോൾ എന്തോ ഹോളിഡേ പോയിട്ടാ. അപ്പോൾ തോമും സംഭവം ഇടി വെട്ടുന്ന കാരണം ടി വി വെക്കാൻ പറ്റില്ല, കറണ്ട് പോയി വന്നിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഇവർ ഭയങ്കര ചിട്ടയിലിരിക്കുന്നവരാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുക, കാപ്പി കുടിക്കുക. അപ്പോൾ ഒരു 4:30 കഴിയുമ്പോഴത്തേനും തന്നെ കാപ്പി, അത് ഞാൻ ഡിലേ ആക്കുന്നതുകൊണ്ടാണ് 4:30 ആവുന്നത്. അപ്പോൾ തോമും നേരത്തെ കിടന്ന് ധൂമജാല പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ നവംബർ 1, അതായത് നിങ്ങൾ കാണുന്ന ദിവസം എനിക്ക് ചാക്കോച്ചന് വാക്സിൻ എടുക്കാൻ പോകേണ്ട ദിവസമാണ്. അതുപോലെ തോമുന് വൈറ്റമിൻ ഡ്രോപ്സും കൊടുക്കണം. അപ്പോൾ ഇത് 2 പേരുടെ ബുക്കാണ് കേട്ടോ. ഇത് തോമുൻ്റെ ബുക്കാണ്, എല്ലാം ഫില്ലായി. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചിയുടെ പുതിയ ബുക്കാണിത്. അപ്പോൾ അതൊക്കെ എടുത്ത് ബാഗിനകത്ത് വെക്കണം.
പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പർപ്പിൾ സെയിലിൽ ഈ ഒരു ക്വിക്ക് ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം എടുത്തു. ഞാനിത് ആക്ച്വലി യൂട്യൂബിൽ കുറച്ച് പേരുടെ നമ്മുടെ മീനുലക്ഷ്മി ഇട്ടിട്ട് റിവ്യൂ കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പം എനിക്ക് ഈ ഫ്രണ്ടിൽ നല്ല ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട്, പിന്നെ ഈ ഗ്രേ ഹെയർ വന്നു തുടങ്ങി. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഞാനത് ബൈ 1 get 1 ഫ്രീ ആയിരുന്നു. അപ്പോൾ കണ്ണടച്ച് ഞാൻ വാങ്ങിച്ചു കേട്ടോ, കാരണം എനിക്കത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇത് തോമോടെ തലകുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ചാക്കോച്ചിനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരും ഡ്രസ്സ് മാറ്റാനായിട്ടൊക്കെ. അവൻ കുളിച്ച് ഈ പറഞ്ഞ പോലെ ഡയപ്പറൊക്കെ ഇടയ്ക്ക് മാറ്റി കൊടുക്കും. ഇപ്പം മഴ ആയതുകൊണ്ട് ഞാൻ തുണി വെച്ച് കൊടുക്കുന്നില്ല, കാരണം നല്ല തണുപ്പുണ്ട്. അവന് ഇനി അതൊരു ഇറിറ്റേഷൻ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡയപ്പറാണ് 2 ദിവസമായിട്ട് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ രാവിലെ ഫുൾ ക്ലോത്താണ് യൂസ് ചെയ്യുക. അപ്പോൾ അതേ തോമു പോക്കറ്റിൽ എന്തൊക്കെ ചെയ്യുന്നത് നോക്കണം. പോക്കറ്റിൽ വിക്സ് വെച്ചിട്ട് നടക്കുകയാണ്. ഇപ്പോൾ പോക്കറ്റുള്ള ഷർട്ട് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ ആളായെന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ തോന്നിയൊരു ഷർട്ടിൻ്റെ പോക്കറ്റ് കീറിക്കളഞ്ഞു. അങ്ങനെ ഷർട്ടും കീറിപ്പോയി, അതാണ് സത്യം. അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. ആൾക്ക് ഇവിടെയാണെങ്കിൽ ഫുൾ കളി എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോഴത്തേനും ഒരു 6:30-7 മണിയായിട്ടോ. അപ്പം തോമിന് നേരത്തെ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ നേരത്തെ കുളിപ്പിച്ചതേ മദാലസയായിട്ട് വന്ന് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദേ ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഈ ഒരു സമയത്താണ് അവൻ ഫോൺ, എനിക്കിരുന്നു ഒരു ദിവസം 1 മണിക്കൂർ കഷ്ടിയപ്പോൾ അങ്ങനെ കാണാറുള്ളൂ. ഫോൺ ഭയങ്കര കുറവായി. എന്നാലും ഞാൻ ഇത്രയും മാറ്റം വന്നല്ല, അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കൊച്ചിനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ അവൻ ഫാർ ബെറ്റർ എന്നല്ല, നല്ല പോലെ ബെറ്ററായി. അപ്പോൾ ദേ ചാക്കോച്ചിന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കിടത്തിയിട്ടുണ്ട്. ഇനി അവരുടേതായ ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് നേരം അവൻ്റെ കൂടെ മടിയിൽ കിടത്തും. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളത് കൊടുക്കില്ലെന്ന് പറയുമ്പോഴാണ് പിള്ളേർക്ക് ദേഷ്യമാവുക. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 2-3 ദിവസം തരില്ലെന്ന് പറഞ്ഞപ്പോൾ അവന് എടുക്കാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവരുടെ ബ്രദേഴ്സ് കോംബോ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കോച്ചനും അവനെ നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ചെയ്യുന്ന കോപ്രായങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. എന്ത് മനസ്സിലായിട്ടാണെന്ന് എനിക്ക് അറിയില്ല, അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നോളൂ. പിന്നെ കുറേ പേരിനോട് ചോദിച്ചു, കുളിക്കണില്ലേ, മറ്റേ എണ്ണക്കുളി ഇല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ആക്ച്വലി വന്നു കഴിഞ്ഞിട്ട് ശരിക്കും ഒരു 5 ദിവസം കുളിച്ചു. നിങ്ങൾക്ക് അറിയാമായിരിക്കും, 2 പിള്ളേരെയും വെച്ചിട്ട് എനിക്ക് പറ്റണില്ല, ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല. തോന്നും അപ്പം തൊട്ട് കരച്ചിൽ തുടങ്ങും. അവിടെ ആയിരുന്ന സമയത്ത് ഇങ്ങനെ നടന്ന് കളിച്ചാണ്. പക്ഷെ ഞാൻ ഇപ്പം മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷം. 7 ദിവസമെങ്കിൽ 7 ദിവസം എനിക്കത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മൾ പറയുന്നവരുണ്ട് കേട്ടോ, അവൾ കുളിക്കണില്ല എന്ന് പറയാം, അല്ലെങ്കിൽ ഡിവൈൻ കുളിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ റിലേറ്റീവ്സ് പോലും ചോദിക്കുന്നവരുണ്ട്, എന്താ അവൾ കുളിക്കാത്തതെന്നൊക്കെ അമ്മ ശരിക്കും ആദ്യത്തെ 2 ദിവസം ഇവൻ്റെ സ്ട്രഗിൾ കണ്ടിട്ടപ്പോൾ അമ്മ പറഞ്ഞാൽ അവനെ വിട്ടേര് സാരമില്ല, അമ്മക്ക് എങ്ങനെയും മാനേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ 4-ാമത്തെ ദിവസമായപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ മോൾ കുളിക്കണ്ട, അവൻ അതുപോലെ തോന്നും ജീവൻ പോണ പോലെ. അപ്പോൾ അമ്മയ്ക്ക് തോമനെ നോക്കുമോ ചാക്കോച്ചനെ നോക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ. അമ്മയ്ക്ക് ഈ പറയുന്ന പോലെ എല്ലാവരും വിചാരിക്കും 60 വയസ്സല്ലേ കുഴപ്പമില്ല. പക്ഷെ അമ്മ എനിക്കൊന്നൊരു ഏജ് ആയപ്പോൾ തൊട്ട് അമ്മയ്ക്ക് വയ്യ, ശ്വാസം മുട്ടലുണ്ട്, ആസ്മയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഹെൽത്ത് വൈസ് അമ്മ ഓക്കെ അല്ല. അപ്പോൾ മോളെ നോക്കണം എന്നുള്ള ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ അമ്മ നോക്കുന്നതാണ്. എന്നാൽ അമ്മ അതിനൊന്നും കംപ്ലയിൻറ്റ്സ് പറയില്ല കേട്ടോ. അതുപോലെ അമ്മ അഡ്ജസ്റ്റ് ചെയ്യും. അമ്മ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. പക്ഷേ അമ്മ ഈ വയ്യാത്ത അവസ്ഥയിലും എന്നെ നോക്കാൻ റെഡിയാണ്, എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കുളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, 5 ദിവസം ഞാൻ വന്നിട്ട് കുളിച്ചിരുന്നു, പക്ഷേ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമ്മൾ 1.5 മണിക്കൂറെങ്കിലും അതിന് വേണ്ടി ഇരിക്കണം, എണ്ണ തേക്കണം, മസാജ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എണ്ണ തേച്ചിരിക്കണം. പക്ഷെ തോമുവിന് എന്നെ വിട്ട വേറെ ലോകമില്ല. അത് എൻ്റെ കുറ്റമാണോ എന്ന് ചോദിച്ചാൽ, കാരണം തോമുവിനെ സംബന്ധിച്ച് ഇപ്പം ഓൺചാറിൻ്റെ അടുത്താൽ പിന്നെയും ഒന്നും നിൽക്കുക, പിന്നെ വേറെ ആരെടുത്തോ അങ്ങനെ നിൽക്കാറില്ല. പിന്നെ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നിരുന്നാണ്, ഇപ്പോൾ അത് നിൽക്കണില്ല. അപ്പോൾ നമുക്ക് ആകെപ്പാടെ ബുദ്ധിമുട്ടാണ്. അത് മാറ്റിയെടുക്കണമെന്ന് എനിക്കറിയാം. പക്ഷെ ഒറ്റ സുപ്രാർത്ഥം നമ്മൾ പെട്ടെന്ന് വലിച്ചിടിച്ച് മാറ്റുമ്പോൾ അവനും അതൊരു ബുദ്ധിമുട്ടാവും. അവനെ സംബന്ധിച്ച് അവൻ്റെ ലോകം എന്ന് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ ഡോൺ ചേട്ടൻ മാത്രമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റേതായ ബുദ്ധിമുട്ട്, നമ്മൾ കുട്ടികളെ വിഷമിപ്പിക്കാൻ നമ്മുടെ ഒരു ബോഡിയുടെ ആശ്വാസത്തിന് നമ്മളത് ചെയ്യുന്നു. പക്ഷേ ആ ഒരു 1.5 മണിക്കൂർ അവൻ കരയാന്ന് വെച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, അയ്യോ വേണ്ട നിർത്തിക്കോ എന്ന് പറഞ്ഞു. മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അത് ഈ പറയുന്ന പോലെ നമ്മൾ പറ്റി നിൽക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. തോമുവിൻ്റെ സമയത്ത് ഞാൻ 7 ദിവസത്തെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. മറ്റേ മരുന്നുകൾ ഈ പറഞ്ഞ പോലെ 1 മാസം കഴിച്ചിരുന്നു. അപ്പോൾ തോമുവിന് ഈ ഒരു സമയം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സമയമാണ് കേട്ടോ. അവനെ മടിയിൽ വെച്ച് അവനെ കുഞ്ചിച്ച് ശരിക്കും അവരുടേതായ ഒരു സമയമാണ്. അപ്പോൾ അവന് എൻജോയ് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ചെറിയവനും ഇഷ്ടമാണ്, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് കുളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കും. എനിക്ക് കുളിക്കണമല്ലോ. രാവിലെ ഈ ഉച്ച സമയത്ത് നല്ല വെയിലുണ്ടെങ്കിൽ ഞാനും തോമും ഒന്നിച്ചങ്ങ് കുളിച്ച് ഇറങ്ങും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ കുളിച്ചപ്പോഴത്തേനും ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ സന്തോഷം കാണുകയാണ് കേട്ടോ. തോമുന് രാത്രി സന്തോഷം കണ്ടിട്ട് വേണം സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഒരു നൊസ്റ്റ് ഫീലിംഗ് ആണ്. എന്താണെന്ന് അറിയത്തില്ല, ഭയങ്കര ഒരു സങ്കടവും കാര്യങ്ങളും ഒക്കെ വരും. അപ്പോൾ തോമു കിടന്ന് ഈ സീനൊക്കെ തോമുന് ഭയങ്കര സങ്കടമായിട്ടുള്ള സീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് വിളിക്കുന്ന കോമഡിയാണ്. സമയം കൈ പിടിച്ചുകൊണ്ടാണ് വിളിക്കുക. എന്നാലും ഡോൺചേട്ടൻ പറ്റുന്ന സമയമൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ അപ്പയുടെ കോളിനായിട്ട് അപ്പോഴാണ് തോമു കണ്ടത് ചന്ദ്രമുഖി 2 വന്നെന്നുള്ള കാര്യം ഞാനും കാണുന്നത്. അപ്പോൾ അത് വെക്കെന്ന് പറഞ്ഞിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡാൻസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവൻ ശരിക്കും ആ സിനിമയുടെ ഒരു ഇമോഷൻ പോകുന്ന രീതിയിലാണ് അവൻ്റെ യാത്ര. ഇതിൽ ഡാൻസ് കണ്ടു, എഴുന്നേറ്റ് ഡാൻസ് കളിച്ച് നിങ്ങൾ മുന്നേ സന്തോഷം കണ്ടപ്പം ഒരു സൈഡിൽ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ്റെ വിളിച്ചു. ഒരു 9 മണി ആയപ്പം വിളിച്ചു. അപ്പോൾ ഹബ്ബിൽ തന്നെയാണെന്ന് തോന്നുന്നു, ഹബ്ബിലായിരുന്നു. അപ്പോൾ തോമുന് ഇങ്ങനെ ചില സമയത്ത് സങ്കടം വരുമ്പോൾ നോക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞു കാര്യമില്ല, സഹിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചിക്ക് അപ്പയുടെ ശബ്ദം കേട്ടാൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫോണിന് അധികം അടുപ്പിച്ച് പിടിക്കില്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ. അപ്പോൾ ചാക്കോച്ചനോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇനി ഡോൺചേട്ടൻ വീട്ടിൽ ചെന്നിട്ട് കിടക്കാറാകുമ്പോഴേ വിളിക്കുകയുള്ളൂ. അപ്പോഴത്തേനും പിള്ളേരൊക്കെ ഉറങ്ങും. ചില സമയത്ത് തോമും ഉറങ്ങത്തൊന്നുമില്ല. അപ്പോൾ അവനോടും വർത്താനമൊക്കെ പറഞ്ഞിട്ട് കിടക്കും. അപ്പോൾ ചാക്കോച്ചൻ രാവിലെ ഉണർന്നിരിക്കുന്ന സമയം വളരെ കുറവാണ്. അപ്പം ഉണർന്നിരിക്കുന്ന സമയത്ത് അപ്പയുടെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങ് പോവും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനും തോമും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോഴത്തേനും നമ്മുടെ അസ്വി ചേച്ചി സ്റ്റുഡിയോ ഹാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണുകയാണ്. അത് എനിക്ക് അസ്വി ചേച്ചിയുടെ വീഡിയോ വരുമ്പോൾ തന്നെ കാണുന്നത് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് അപ്പയും മോനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ ഫോൺ കണ്ട് അങ്ങനെ ഉറങ്ങിപ്പോവും. മാക്സിമം 1 മണിക്കൂർ അത്രയും ഞാൻ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫുൾ ഡേ കംപ്ലീറ്റ്ലി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയും കിടന്ന് ഉറങ്ങണം. ഞാൻ ചാക്കോച്ചനെ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മയുടെ കൊടുത്തു വിട്ടു. കുറച്ച് കഴിഞ്ഞിട്ട് തോമ ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ അപ്പുറത്തെ സൈഡിലോട്ട് തല വെച്ച് കിടക്കും കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഓൾമോസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡേ ഫുൾ എടുത്തിട്ടുണ്ട്, കവർ ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. രാത്രി ഭക്ഷണം കഴിക്കുന്ന മാത്രം ഞാൻ എടുത്തില്ല. ഞാൻ അപ്പോഴാ തോമുൻ്റെ എന്തോ ഞാൻ കാണിച്ച് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. തോമും ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയും കിടന്ന് ഉറങ്ങും. പക്ഷേ എനിക്ക് തോമുനെ ഉറക്കിയിട്ട് ഈ പറഞ്ഞ പോലെ ഒരു പ്രൊമോഷൻ വീഡിയോ എനിക്ക് എടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ കണ്ടില്ലേ മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്യുന്ന മാമാത്തിൻ്റെ. അപ്പോൾ അത് ഞാൻ ആക്ച്വലി കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, എന്തും ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിടാറുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങളുടെ എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പോകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. കുറേ പ്രാവശ്യം അപ്ലൈ ചെയ്യണില്ല. എനിക്ക് സിറം ഇടണം ഈ പറഞ്ഞ പോലെ. എന്നിട്ട് മോയ്സ്ചറൈസറും ഇട്ട് ഞാൻ അവസാനിപ്പിക്കും. അപ്പോൾ തോമു ഉറങ്ങിയാലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിരിക്കുന്ന പുതിയ മൊബൈലിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ക്ലാരിറ്റിയും കാര്യമൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. കഴിഞ്ഞ ദിവസം ഞാൻ ആക്ച്വലി തോമൂൻ്റെ ചാക്കോച്ചൻ്റെ നെയിം റിവീലിംഗ് വീഡിയോ ഇട്ടതിൻ്റെ ഹാഫ് പാർട്ട് നമ്മുടെ പുതിയ ഫോണിലാണ് എടുത്തത്. അപ്പോൾ 2-3 പേര് പറഞ്ഞിരുന്നു നന്നായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആക്ച്വലി അത് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. പുതിയ ഫോണിലാണ് എടുക്കുക, എങ്ങനെയുണ്ട് ക്ലാരിറ്റിയും കാര്യങ്ങളും എന്നൊക്കെ. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കുന്നത് ഡിവൈൻ എന്ന വേറെ ഫോണിൽ നിന്ന് നോക്കിക്കൂടെ? അങ്ങനെയല്ലോ, നിങ്ങൾ പറഞ്ഞ് കേൾക്കുമ്പോഴാണല്ലോ എനിക്കതൊരു സന്തോഷം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഫുൾ ഡേ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഞങ്ങളും പോയി കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ തോമുനെ ഉറക്കട്ടെ, എന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളോട് ചെയ്തു തീർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.